ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളാണ് രാവിലത്തെ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കാക്കു നിസ്കാരം കഴിഞ്ഞ് എനിക്ക് തീ പിടിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചോറിന് വേഗം വെള്ളം വെക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഒരു ചായ എടുത്തിട്ട് ഇങ്ങനെ ഒരു കിറ്റിക്കും ഒപ്പി ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ടൊരു കിളി പോയൊരു ഒരു മണിക്കൂറോളം അവിടെ ഇരിക്കും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഓരോന്ന് ആലോചിക്കാനുള്ള സമയമാണ് അത്. ഇന്നിപ്പോൾ ഒരു വൈക്ക് പോകാനുള്ളതുകൊണ്ടല്ലേ തീന് ഭയങ്കര മാഞ്ഞാളം കൊഞ്ചരാട്ടോ. കത്തുന്നേയില്ല, ഊതിൻ്റെ അടപ്പൂരി കേട്ടോ. ഫുള്ള് ഊത്താണ് ഇന്ന് രാവിലെ തന്നെ പണി കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ എല്ലാ ചെടികൾക്കും ഗുഡ് മോർണിംഗ് കൊടുക്കുന്ന സമയമായിട്ടോ. അപ്പോൾ എല്ലാവരും മുമ്പിലും ചെന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് കൊടുത്ത് ഇവരോട് കുറച്ച് സമയം സംസാരിച്ച് നിന്നിട്ടാണ് പിന്നെ ബാക്കി എൻ്റെ എല്ലാ പണിട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതും കഴിഞ്ഞ് ഒരുവിധം ഊതി ചോറായിട്ടോ. പിന്നെ അടുപ്പും വീതനെയും അടിച്ചു വാരി പിന്നെ ഇതുപോലെ വിറക് വാരക്കുന്ന കേട്ടോ. ഞങ്ങളവിടെയൊക്കെ പറയാം വിറക് വാരച്ച് നാളത്തേക്കുള്ള വിറകാണ് ഈ വാരക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കൈക്കല കണ്ട കൂടി അതിൻ്റെ മേലെ ഉണങ്ങാനായിട്ടിടും. ഈ അപ്പം ഉണ്ടല്ലോ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉണ്ടാക്കാനും രസമാണ്. നല്ല ചിക്കൻ കറി മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി അപ്പം കഴിക്കാൻ കേട്ടോ. പിന്നെ എൻ്റേത് ഫുള്ള് ആനപ്പേറായതുകൊണ്ട് തന്നെ ഇവിടെ പല ജാതിയും ഉണ്ട് കേട്ടോ കുട്ടികൾ. അങ്ങനെ ഒക്കെ വില്ലന്മാരാണ്, ഒന്നിനൊന്നിന് മെച്ചാട്ടോ. അങ്ങനെ ഞങ്ങൾ ആ വൈക്ക് പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞ വൈക്കാണ് ഈ പോകണം കേട്ടോ. പിന്നെ ഈ വീട്ടിലെ മന്ത്രി ഞാനാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വില്ലേജ് പിന്നെ അതുപോലെ കറണ്ട് ബില്ല് അതുപോലെ തന്നെ സ്കൂള് പഞ്ചായത്ത് എല്ലാം എൻ്റെ തലയിലായിരിക്കും കേട്ടോ. പിന്നെ അതെ കേട്ടോ, ഇവനൊരു പൊട്ടക്കണ്ണാടത്ത് രാവിലെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു പഞ്ചായത്തോ വില്ലേജോ സ്കൂളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ബാണ്ടക്കെട്ട് എടുക്കുന്ന പണിയാണ് എനിക്ക് കേട്ടോ. ഇതിലൊരു 10,000 കടലാസും ഒരു കവറുകളും ഉണ്ട് കേട്ടോ. ഇതിലെല്ലാം തപ്പിയിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ തപ്പി പിടിച്ച് ഞങ്ങൾ നീണ്ടു വലിഞ്ഞങ്ങ് നടക്കുക കേട്ടോ. പിന്നെ എല്ലാം അപ്പനോടും കുറുന്തോട്ടിനോടും പശുവിനോടും എരുമനോടൊക്കെ സംസാരിച്ചിട്ട് വേണം ഞങ്ങൾ ഒരിക്കൽ എത്താൻ വേണ്ടിയിട്ട്. 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അങ്ങനെ വലിഞ്ഞ് പിന്നെ ഈ 1 കിലോമീറ്ററിൽ ഇവനൊരു 10 പ്രാവശ്യം ശൂശു പോയിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്കാണ് ചേർത്താനായിട്ട് പോകുക കേട്ടോ. എൻ്റെ 3ാമത്തെ പുത്രനെ ചേർത്താൻ പോകുക. അങ്ങനെ സ്കൂളിൽ ഒരു വിധം നടന്നും വലിഞ്ഞും കയറിയൊക്കെ ഇവിടെ എത്തിയിട്ടോ. അങ്ങനെ സ്കൂളിൽ ചേർത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.